ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇത് കൊല്ലം പീരങ്കി മൈതാനത്ത് NS ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു നഴ്സറിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ചെടിയുണ്ടോ? ഇത് മൊത്തം കായ പിടിച്ചെടുപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇലച്ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് ഫ്രൂട്ടാണോ എന്ന് അറിയാൻ മേല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയില്ല. സ്റ്റാഫ് ഇവിടെ മൊത്തം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ ചെടികളും നന്നായി കുളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് സ്റ്റാഫിനോട് ഞാൻ സംസാരിച്ചില്ല. വീഡിയോ പിടിച്ചോട്ടെ എന്ന് വെച്ചു, പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ മൊത്തം നനഞ്ഞു കിടക്കും. തെന്നാതെ പതിയെ നടക്കണം. ഫോണിട്ട് കറക്കിപ്പിടുത്തം തന്നെ. എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കറക്കി പിടിക്കുന്നത്. വെള്ളം കിടക്കുന്നുണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നന്നായി നടന്നു വരും. വെള്ളം ധാരാളം അവിടെ മൊത്തത്തിൽ പ്ലാസ്റ്റിക്കിൽ ഒഴിച്ചിട്ടേക്ക് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചിട്ട്. ഇന്നാണെങ്കിൽ മഴ പെയ്യുന്നുണ്ട് ന്യൂസ്. നമുക്ക് നന്നായി നനച്ചിട്ടുണ്ട് നല്ല പോലെ. കണ്ടോ ബാമ്പു? ഇതാ ഇത് നല്ലൊരു ചെടിയാണ്. ഇതാ ഇതിനകത്ത് മഞ്ഞ പൂക്കൾ പിടിക്കും. പിന്നെ കുറേ അലങ്കാര ചെടികളുണ്ട്. എനിക്ക് പേരൊന്നും അറിയില്ല. അറിയാവുന്നൊരു കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ചെടി ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? കാണുന്നോ, കുറച്ച് വാഴയുണ്ട് ഇവിടെ. കുഞ്ഞിനെ കളിക്കുന്ന വാഴയാണെന്ന് തോന്നുന്നു, കുട്ടി വാഴകൾ. നല്ല രസമുണ്ടല്ലേ. എനിക്ക് ചെടി എവിടെ കണ്ടാലും പെട്ടെന്ന് ഞാൻ ബസ് ചെയ്യുന്ന ഇറങ്ങി കേട്ടോ. ഇതാ മുസാണ്ട, നമ്മുടെ നാട്ടിൽ മൊത്തം ഈ മുസാണ്ട ചെടികളായിരുന്നു ഉള്ളത്. വൈറ്റ് മുസാണ്ടയും റെഡ് മുസാണ്ടയും നിൽക്കുന്നു. കുറേ ഇലച്ചെടികൾ. ഇതായി മുല്ല ഉണ്ടാവും, ഒത്തിരി മുല്ലയുണ്ട് അവിടെ. മുല്ല 2-3 ഇനം ഉണ്ട് കേട്ടോ. പടർന്ന് വരുന്ന മുല്ല, കുറ്റി മുല്ലയൊക്കെ ഉണ്ട്. കുറേ മാവിൻ്റെ കളക്ഷൻ ഉണ്ട്. നല്ലൊരു നഴ്സറി. കുറേ ഫ്രൂട്ട് പ്ലാന്റ് കുറേ ഉണ്ട്. ആപ്പിൾ ചെറി, സാദാ ചെറി, പിന്നെ അമ്പഴം. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. ചോദിക്കണമെന്ന് കരുതി. അവിടെ ചെടി വാങ്ങാനൊക്കെ ആളുകൾ സംശയം ചോദിച്ചില്ല. നമുക്കെന്തെങ്കിലും കണ്ണാശുപത്രിയിലേക്ക് പോകാം. ക്ലാസ് അതിനെന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ. കണ്ടോ, നല്ല ചെടികളിലെ നല്ല പൂക്കളും. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. പറ്റുന്ന രീതിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ടാ നൃത്തം ചെയ്യുന്നു കാറ്റത്ത്. നല്ല കാറ്റുണ്ട്. ഇന്ന് മഴ പെയ്യും. ആ വയലറ്റ് ഇലകളുള്ള ഒരു അലങ്കാര ചെടി കണ്ടോ, നല്ല ഭംഗിയില്ലേ. കുറേ ഇതിനകത്ത് ചെടികൾ മിസ്സായിട്ടുണ്ട്. കാരണം എനിക്ക് ഇതിൻ്റെ ഇടയിൽ നന്നായി നനച്ചിട്ടേക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാനൊരു പേടി. തെന്നി എങ്ങനെ പോയാലും. എന്താ ഫ്രൂട്ട്, നല്ല ഫ്രൂട്ടിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, എന്തുമാത്രം പ്ലാന്റ് എന്ന് പറയുക. ഇതൊക്കെ പ്ലാവുകളാണ് കണ്ടോ. ചെമ്പരത്തി, വൈറ്റ് ചെമ്പരത്തി, റോസ് ചെമ്പരത്തി, റെഡ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പതിയെ പുറത്തേക്ക് നടക്കുകയാണ്. ഇത് മൾബറിയാണ് കേട്ടോ. അല്ലല്ല, ഇത് നമ്മുടെ എന്താ പറയണ്ടേ, അത്തിപ്പഴമല്ലേ ഇത്? അതെ, അത്തിപ്പഴം. മൾബറി ഉണ്ട് ഇതിൻ്റെ ഇടയിലുണ്ട്. ഞാൻ കണ്ടിരുന്നു. മൾബറിയുടെ അതേ ഇലേതുണ്ടെന്ന് ഞാൻ അറിയാം. അത്തിപ്പഴത്തിന് മൾബറി കായ നോക്കിയപ്പോൾ മനസ്സിലായി. ഇത് അമ്പഴം കേട്ടോ. കഴിക്കത്തൊക്കെ ആയില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിടം ചോദിച്ചേ. ഇത് ആപ്പിൾ ചെറിയാണോ? എനിക്കറിയില്ല, കണ്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇലന്തപ്പഴമായിരിക്കും അല്ലേ? ഇലന്തപ്പഴത്തിൻ്റെ ചെടിയാണ്. സംശയം ചോദിക്കാൻ ഒരു സ്റ്റാഫേ ഉള്ളൂ. സ്റ്റാഫിൻ്റെ മുന്നിലാണെങ്കിൽ വാങ്ങാൻ വന്നവരുണ്ട്. അപ്പം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നാൽ കൃഷിക്ക് ആവശ്യമായ ചട്ടികൾ, വളങ്ങൾ, പിന്നെ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള കണ്ടോ, കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം
ഇവിടുന്ന് വാങ്ങുന്നവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കും കേട്ടോ. കൊള്ളാം. ഇനി അമ്മ അങ്ങ് പുറത്തേക്ക് ഇറങ്ങാം. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട്. കുറേ ചെടിച്ചട്ടികൾ കമഴ്ത്തി വെച്ചിരിക്കുന്നു. അപ്പം നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതാ നാരങ്ങ നിൽക്കുന്നുണ്ടോ, ഒന്ന് നന്നായി പഴുത്തില്ല കേട്ടോ. നല്ല നാരങ്ങ, കുറേ ചെടിച്ചട്ടികളും പൂക്കളും ഒക്കെ കണ്ടു. സന്തോഷം. നിങ്ങളെ ഈ കാഴ്ച കാണിക്കാൻ പറ്റി. വീഡിയോ കണ്ട എല്ലാവരോടും നന്ദിയും സ്നേഹവും. എല്ലാവരും എൻ്റെ ചാനലിൽ മൊത്തത്തിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ ബൈ.